ഓണം ബമ്പർ ലോട്ടറി തങ്ങൾക്കൊപ്പം ജോലി ചെയ്യുന്ന ശരത്തിനാണ് എന്നറിഞ്ഞതോടെ സഹപ്രവർത്തകരും വലിയ സന്തോഷത്തിലാണ്. എറണാകുളം നെട്ടൂരിലെ പെയിന്റ് കടയിലെ ജോലിക്കാരനാണ് ശരത്. നേരത്തെ വിശദീകരിച്ചതുപോലെ രാവിലെ ജോലിക്കെത്തിയ ശരത്ത് അല്പസമയത്തിനകം മടങ്ങുകയായിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഓണം ബമ്പർ ലോട്ടറി അടിച്ച ആ ഭാഗ്യവാൻ ആരാണ് എന്ന് വ്യക്തമായി. തൈക്കാട്ടുശ്ശേരി സ്വദേശി ശരത്തിനാണ് ആ ലോട്ടറി അടിച്ചിരിക്കുന്നത്. ശരത്ത് നെട്ടൂരിലെ ഒരു പെയിന്റ് സ്ഥാപനത്തിലെ ജോലിക്കാരനാണ് അല്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ സഹപ്രവർത്തകരൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ് അല്ലേ? തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ്. ശരത്ത് നമ്മുടെ കൂടെ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. നമ്മുടെ നിപ്പോണിൻ്റെ ഗോഡൗൺ സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ തന്നെ ശരത്തുണ്ട്. തീർച്ചയായിട്ടും ശരത്തിന് കിട്ടിയാൽ വളരെയധികം സന്തോഷം. ഇന്ന് രാവിലെ വന്നിരുന്നു അല്ലേ ശരത്ത്? രാവിലെ വന്നായിരുന്നു പുള്ളി. വന്നിട്ട് പെട്ടെന്ന് അച്ഛന് അസുഖമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞ് പുള്ളി പോവുക ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരം മുമ്പ് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ കിട്ടിയിരിക്കുന്നത്, ഞാൻ ബാങ്കിലാണ്, ഞാൻ ജസ്റ്റ് ഒരു ലോട്ടറി ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നിരിക്കണം ബാങ്കിൽ, കാരണം കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള കാരണം ഞാൻ ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞു പുള്ളി. എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചില്ല. ഞാനത് പുള്ളി ചോദിക്കാൻ പോയില്ല, കാരണം പുള്ളി ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പുള്ളി പറഞ്ഞു നാളെ വരുന്നുണ്ട്, അപ്പോൾ നാളെ കാണാമെന്ന് പറഞ്ഞു പുള്ളി. ആരും മെമ്പർ എടുത്തില്ല? ഞാൻ എടുത്തിട്ടില്ല, ബാക്കി എല്ലാവരും സ്റ്റാഫ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അവർക്ക് ആർക്കും കിട്ടിയില്ല. ശരത്ത് എടുത്തു അറിയാമായിരുന്നല്ലോ? ശരത്ത് എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം സാറ്റർഡേ ഞാനും പുള്ളിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു ആർക്കാണ് അടിക്കാൻ പോകണമെന്ന്. അപ്പോൾ പുള്ളി പറയും ചെയ്തു നെട്ടൂരുകാർക്കാണ് അടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയും ചെയ്തു ഞാൻ ഇവിടെ നിന്ന് എടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ലോട്ടറി സംബന്ധിച്ച് ആർക്കാ കിട്ടിയെന്ന് സംബന്ധിച്ച് അഭ്യൂഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ വളരെ ശക്തമായിരുന്നല്ലോ. ഇപ്പോൾ ആർക്കാണ് എന്ന് സംബന്ധിച്ച് അപ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ, നിനക്ക് വല്ലതും ആണോ എന്ന് ചോദിച്ചില്ലായിരുന്നു? സാറ്റർഡേ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോഴാണ് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് സംഭവം അടിച്ചു എന്ന് പറയണേ. ഇപ്പോൾ ശരത്തിനെ ബന്ധപ്പെട്ടല്ലോ? കൺഫേം ആണ്, ശരത്ത് തന്നെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പൊ സംസാരിച്ച് വെച്ചോളൂ. രാവിലെ എന്തോ ഹോസ്പിറ്റൽ കേസ് പറഞ്ഞിട്ടാണ് പുള്ളി മുങ്ങിയത്. മേ ബി എന്താണെന്നറിയില്ല. ഇനി ചെലവഴിക്കണം, എന്തായാലും ചെയ്യും, എന്തായാലും ചെയ്തിരിക്കും പുള്ളി. നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വലിയ സന്തോഷത്തിലാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും സന്തോഷമാണ്. നിങ്ങൾ ഒരുമിച്ച് എടുക്കുന്ന പരിപാടിയൊന്നുമില്ല, ടിക്കറ്റ് അങ്ങനെ ഷെയർ ചെയ്തെടുക്കണം? ഇല്ല, ഇൻഡിവിജ്വൽ തന്നെ ആളെടുത്തിരിക്കണേ. അപ്പോൾ തീർച്ചയായിട്ടും അയാൾക്ക് മാത്രമാണ് അർഹതപ്പെട്ടത്. തീർച്ചയായിട്ടും ചിലവ് നമ്മൾ ചോദിക്കുന്നുണ്ട്, ബാക്കിയുള്ള എല്ലാം നടക്കട്ടെ. എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു അദ്ദേഹം? അദ്ദേഹം ഏകദേശം ഒരു 10 വർഷത്തിന് മേലെ. ശരി, താങ്ക് യു. എന്തായാലും അതാണ് സഹപ്രവർത്തകർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം ഒപ്പമുള്ള ഒരാൾക്ക് ബമ്പർ ലോട്ടറി അടിച്ചിരിക്കുന്നു എന്ന വിവരമാണ് അവരെ ത്രസിപ്പിക്കുന്ന ഒരു വിവരമായി അവർക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലെ അനിശ്ചിതത്വമൊക്കെ ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും ആ ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ എന്നതടക്കമുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ കൃത്യമായി തന്നെ ഉത്തരം കിട്ടിയിരിക്കുന്നു. ശരത്ത് എന്ന തൈക്കാട്ടുശ്ശേരി സ്വദേശിയായിട്ടുള്ള ആൾക്കാണ് ലോട്ടറി അടിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ബിനു പാമ്പയ്ക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.